شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا رب شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, നമ്മൾ സൂറത്തുൽ മുദ്ദസിറാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 37 ആയത്തുകളാണ് പഠിച്ചു കഴിഞ്ഞത്. 38 മുതൽ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന ഇല്ലാ അസ്ഹാബൽ യമീൻ في جنات يتساءلون عن المجرمين ما سلككم في سقر قالوا لم نك من المصلين ولم نك نطعم المسكين وكنا نخوض مع الخائضين وكنا نكذب بيوم الدين حتى أتانا اليقين صدق الله العلي العظيم. 38 മുതൽ 47 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഓതിയത്. കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന ഇല്ല അസ്ഹാബുൽ യമീൻ. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞത് നരകത്തെക്കുറിച്ചാണ്. സഖർ എന്ന നരകം, അതല്ലെങ്കിൽ നരകം പൊതുവായി അത് വലിയൊരു താക്കീതാണ്. എല്ലാത്തരം ആളുകൾക്കും അത് താക്കീതാണ്. നന്മയിലേക്ക് മുന്നിട്ട് വരുന്നവർക്കും തിന്മയിലേക്ക് ഓടിച്ചെല്ലുന്നവർക്കും എല്ലാവർക്കും അത് താക്കീതാണ്. ഇനി അല്ലാഹു തആല പറയുന്നത്, നിങ്ങളൊക്കെ എല്ലാ ആളുകളും നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾക്കനുസരിച്ച് പ്രതിഫലം നൽകപ്പെടുന്ന ആളുകളാണ്. ഞാൻ നിങ്ങളെ ആക്രമിക്കുകയില്ല. നിങ്ങളുടെ നഫ്സ് എന്താണോ, നിങ്ങൾ എന്താണോ ചെയ്തത് അതിന് പണയപ്പെടുത്തപ്പെട്ട ആളുകളാണ് നിങ്ങൾ. അതാണ് ഇനി പറയാൻ പോകുന്നത്. കുല്ലു നഫ്സിൻ, എല്ലാ ഓരോ ദേഹവും, എല്ലാ ഓരോ ശരീരവും, ബിമാ കസബത്, അത് പ്രവർത്തിച്ചത് കൊണ്ട്, റഹീനത്തുൻ, പിടിക്കപ്പെടുന്നതാണ്. അതല്ലെങ്കിൽ ഓരോ ദേഹവും എന്ന് പറഞ്ഞാൽ ഓരോ ആളും അത് സമ്പാദിച്ചു വെച്ചതിന് പണയപ്പെട്ടതായിരിക്കും. റഹീനത്തുൻ എന്ന് പറഞ്ഞാൽ പണയമാണ് എന്നാണ് അർത്ഥം. പണയം എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? പണയം, സ്വർണം പണയം വെക്കുക എന്ന് പറഞ്ഞാൽ ആ പണയം അവിടെ വസ്തു, പണയ വസ്തു അതവിടെ, പിന്നെ അതിന് എന്താണ് പറയുക, അതിന് തത്തുല്യമായ പൈസ നമുക്ക് കിട്ടും. ആ സാധനം അവിടെ പണയമായിട്ട് വെക്കും, ഒരു ഗ്യാരണ്ടി ആയിട്ട് വെക്കും. അപ്പോൾ നമ്മുടെ ശരീരം നമ്മൾ ചെയ്തതിന് പണയമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾക്ക് നമുക്ക് പ്രതിഫലം കിട്ടും എന്നർത്ഥം. നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ. അപ്പോൾ ഓരോ ദേഹവും ബിമാ കസബത്ത്, അത് സമ്പാദിച്ചതിന് റഹീനത്തുൻ, പണയപ്പെട്ടതാണ്. എന്താണോ ഓരോ ശരീരവും സമ്പാദിച്ചത്, ഓരോ ശരീരവും എന്താണോ ചെയ്തു കൂട്ടിയത്, അത് അതിന് പണയപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ അത് ചെയ്ത ആ ഓരോ ശരീരം ചെയ്ത കാര്യങ്ങൾ കാരണം അത് പിടിക്കപ്പെടുന്നതാണ്, അല്ലെങ്കിൽ അതിന് പ്രതിഫലം നൽകപ്പെടുന്നതാണ്. ഒന്നെങ്കിൽ രക്ഷ അല്ലെങ്കിൽ ശിക്ഷ. സൂറത്ത് തൂറിൽ 21-ാമത്തെ ആയത്തിലും അല്ലാഹു തആല ഇതേ പ്രയോഗം നടത്തിയിട്ടുണ്ട്. കുല്ലും മ്രിഇൻ ബിമാ കസബ റഹീൻ, എല്ലാ മനുഷ്യനും അവൻ സമ്പാദിച്ചു വെച്ചതിന് പണയമാണ്. അതിന്റെ പ്രതിഫലമാണ് അവനക്ക് കിട്ടുക. അപ്പോൾ റഹീനത്തിന് എന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലായല്ലോ. പണയപ്പെട്ടത്, പണയം എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം, പണയമായി വെച്ചത് എന്നൊക്കെ. അപ്പോൾ നമ്മുടെ ശരീരം പണയമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തതിന് നമുക്ക് പ്രതിഫലം കിട്ടും. ആരൊഴികെ, ഇനി ഈ പറയപ്പെട്ട ശിക്ഷയിൽ നിന്ന് ഒഴിവാകുന്ന ചില ആളുകൾ പറയുകയാണ്. ഇല്ല അസ്ഹാബൽ യമീൻ, വലതുപക്ഷക്കാരൊഴികെ. നമ്മൾ നേരത്തെ കുറേ പറഞ്ഞില്ലേ, നരകത്തെക്കുറിച്ച് കടക്കുന്ന ആളുകൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞില്ലേ. ഇനി അതിലൊന്നും പെടാത്ത ആളുകളെയാണ് ഇനി പറയുന്നത്. ഇല്ല അസ്ഹാബൽ യമീൻ, യമീനിൻ്റെ അസ്ഹാബ് ഒഴികെ, വലതുപക്ഷത്തിൻ്റെ ആളുകൾ ഒഴികെ. യമീൻ എന്ന് പറഞ്ഞാൽ വലതുഭാഗം എന്നാണ് അർത്ഥം, അസ്ഹാബ് പറഞ്ഞ ആളുകൾ. അപ്പോൾ ഇല്ല അസ്ഹാബുൽ യമീൻ, വലതുപക്ഷക്കാരൊഴികെ. അവർ ഈ പറയപ്പെട്ട കാര്യങ്ങളൊന്നും കൊള്ളൂല. അവർ സ്വർഗത്തിലായിരിക്കും, അവർ നരകത്തിന്റെ ഭാഗത്തേക്ക് പോകൂല. കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീനത്തുൻ ഇല്ലാ അസ്ഹാബുൽ യമീൻ, ഓരോ ആളും അവരവരുടെ കർമ്മങ്ങളാകുന്ന സമ്പാദ്യങ്ങൾക്ക് പണയമാണ്. അഥവാ
സ്വന്തം ബാധ്യതകളും കടമകളും തീർത്ത് കഴിഞ്ഞ സമ്പാദ്യങ്ങളാണ് ഉള്ളത് എങ്കിൽ അവിടെ രക്ഷയുണ്ട്. ഇല്ലാത്ത പക്ഷം രക്ഷ കിട്ടൂല. അങ്ങനെയല്ലോ, ഒരു മനുഷ്യന് ഒരുപാട് ബാധ്യതകൾ നിറവേറ്റാനുണ്ട്, ഒരുപാട് കടമകൾ തീർക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെ കടമകളൊക്കെ തീർത്ത് ബാധ്യതകളെ നിറവേറ്റി കഴിഞ്ഞ ഒരു സമ്പാദ്യമാണ് ഒരു മനുഷ്യന്റെ കയ്യിലുള്ളതെങ്കിൽ അയാൾക്ക് രക്ഷയുണ്ട്. അയാൾ പിന്നെ അള്ളാന്റെ അടുക്കൽ രക്ഷപ്പെട്ട ആളാണ്. വേറെ ആൾക്കൊക്കെ ഒന്നും കൊടുക്കാമല്ലോ. മറ്റേത് ചില ആളുകൾ അള്ളാന്റെ അടുക്കൽ ചെല്ലുമ്പോൾ മറ്റോ വരും, ഇവന്റെ ചീത്ത പറഞ്ഞു, എന്നാൽ അവന്റെ ഹസനത്ത് അങ്ങോട്ട് എടുത്ത് കൊടുക്കും. വേറെ ആൾ വരും, ഇവനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഇവന്റെ ഹസനത്ത് ഓന് കൊടുക്കും. ഇങ്ങനെ കുറേ ഇവന് ചെയ്ത നന്മകളൊക്കെ അങ്ങോട്ട് കൊടുത്ത് ബാധ്യതകളൊക്കെ തീർത്ത് നോക്കുമ്പോൾ ഇവരത്തൊന്നും ഉണ്ടാവില്ല. കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന. അപ്പം എല്ലാ നിർബന്ധ ബാധ്യതകളും കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് റാഹത്തായി ജീവിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് രക്ഷയുണ്ട്, അല്ലാത്തവർക്ക് ശിക്ഷയുമുണ്ട്. പക്ഷേ വലതുപക്ഷക്കാർ എന്ന് പറയുന്ന സ്വാലിഹീങ്ങളായ മനുഷ്യന്മാർ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കടമകളും ബാധ്യതകളും ഒക്കെ ദുന്യാവിൽ വെച്ച് തന്നെ വളരെ കൃത്യമായി നിറവേറ്റപ്പെട്ട് കഴിഞ്ഞതുകൊണ്ട് അവർക്ക് കർമ്മങ്ങൾ പണയപ്പെട്ട് കഷ്ടപ്പെടേണ്ടി വരില്ല. അവരുടെ കർമ്മങ്ങൾ പണയപ്പെടുത്തി വേറുള്ള ആളിലേക്ക് വീതിച്ചു കൊടുത്ത് കഷ്ടപ്പെടേണ്ടി വരില്ല. അവർക്ക് സഖർ എന്ന നരകത്തെ പേടിക്കേണ്ടിയും വരില്ല. സ്വർഗമായിരിക്കും അവരുടെ സങ്കേതം. അതാണ് ഈ രണ്ടാമത്തിന്റെ ആശയം. കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന ഇല്ലാ അസ്ഹാബൽ യമീൻ. അസ്ഹാബുൽ യമീൻ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ വേറെ പല സൂറകളിലും പറഞ്ഞിട്ടുണ്ട്. എന്നാണ് ദുനിയാവിൽ ശരിക്ക് ജീവിക്കേണ്ടത് പോലെ ജീവിച്ച ആളുകൾ, ബാധ്യതകളും കടമകളൊക്കെ അള്ളാഹുമായുള്ള ബാധ്യതകളും സൃഷ്ടികളുമായുള്ള ബാധ്യതകളും ഒക്കെ നിറവേറ്റി വളരെ കൃത്യമായി പെർഫെക്റ്റായി പോയ ആളുകൾ, അവരുടെ അമലുകൾ പിന്നെ സ്വർഗത്തിലേക്കാണ്. അത് പിന്നെ മറ്റുള്ളവർക്ക് പണയമായി കൊടുക്കേണ്ട കാര്യമില്ല. സ്വർഗത്തിൻ്റെ അഹലുകാരാണവർ. അവർക്ക് വിചാരണയുണ്ടാകുകയില്ല എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവിടെ വിചാരണയുടെ ആവശ്യമില്ല. അവരുടെ ബാധ്യതയൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് അല്ലാത്ത അവർ വിചാരണ ചെയ്യുന്ന അവർ നേരെ പോയി നേരെ സ്വർഗത്തിലേക്ക് കടത്തുമെന്നാണ്. വിവിധ അഭിപ്രായങ്ങൾ അസ്ഹാബുൽ യമീൻ ആരാണ് എന്നതിൽ മുഫസ്സിറുകൾക്കുണ്ട്. നിരവധി അഭിപ്രായങ്ങളുണ്ട്. വലതുപക്ഷക്കാരെ കുറിച്ച് സൂറത്തുൽ വാഖിയയിൽ മുമ്പ് പറഞ്ഞിട്ടുമുണ്ട്. സൂറത്തുൽ വാഖിയയിൽ ആളുകൾ ഖിയാമത്ത് നാളാകുന്ന സമയത്ത് 3 വിഭാഗമായി തിരിയും എന്ന് പറയുന്നുണ്ട്. സൂറത്തുൽ വാഖിയയുടെ തുടക്കത്തിൽ ആ 3 വിഭാഗത്തെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ സൂറ അവസാനിക്കുന്ന സമയത്ത് ഒന്നുകൂടെ സംക്ഷിപ്തമായി ആ 3 വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. ഓരോ വിഭാഗത്തിനും കിട്ടുന്ന ശ്രേഷ്ഠതകൾ, പ്രതിഫലങ്ങൾ, പിന്നെ ശിക്ഷകൾ, ഇതൊക്കെ സൂറത്തുൽ വാഖിയയിൽ വിശദമായി അല്ലാഹു തആല വിവരിച്ചിട്ടുമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകുൻതും അസ്വാദൻ സലാസ. നിങ്ങൾ അന്ന് 3 വിഭാഗമാകും എന്ന് പറഞ്ഞ് 7-ാമത്തെ ആയത്ത് മുതലാണ് സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു തആല വിഷയം പറയുന്നത്. അന്ന് നിങ്ങൾ 3 തരക്കാരായിരിക്കും. എന്നിട്ട് പറയുന്നത് ഫഅസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന വഅസ്ഹാബുൽ മശ്അമതി മാ അസ്ഹാബുൽ മശ്അമ വസ്സാബിഖൂന സാബിഖൂൻ. ആയത്ത് 10 വരെ ഈ വിഭാഗങ്ങളെ എണ്ണുകയാണ് അല്ലാഹു. ഒന്നാമത്തത് അസ്ഹാബുൽ മൈമന, വലതുപക്ഷക്കാർ. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞ ഇല്ല അസ്ഹാബുൽ യമീൻ. ഇവിടെ പറഞ്ഞ അസ്ഹാബുൽ യമീനും ഈ അസ്ഹാബുൽ മൈമനയും ഒന്നാണ്, വലതുപക്ഷക്കാർ. പിന്നെ അസ്ഹാബുൽ മശ്അമ, ഇടതുപക്ഷക്കാർ, നരകത്തിന്റെ ആളുകളാണ് അവർ. പിന്നെ വസ്സാബിഖൂന സാബിഖൂൻ, അള്ളാഹുവുമായി മുഖറബായ മുൻകടന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് ദർജയിലുള്ള ആളുകൾ. അതിഭാഗ്യവാന്മാർ, നിർഭാഗ്യവാന്മാർ, ഭാഗ്യവാന്മാർ, ഇങ്ങനെയാണ് അതിനെ നമുക്ക് മലയാളത്തിൽ തരംതിരിക്കാം. അസ്ഹാബുൽ യമീന എന്ന് പറഞ്ഞാൽ, അല്ലെ അസ്ഹാബുൽ മൈമന അല്ലെങ്കിൽ അസ്ഹാബുൽ യമീൻ എന്ന് പറഞ്ഞാൽ ഭാഗ്യവാന്മാർ. സാബിഖൂന സാബിഖൂൻ എന്ന് പറഞ്ഞാൽ, സാബിഖൂന എന്ന് പറഞ്ഞാൽ അവരാരാണ്? അതിഭാഗ്യവാന്മാർ. അസ്ഹാബുൽ മശ്അമ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അസ്ഹാബുൽ ഷിമാൽ എന്ന് പറഞ്ഞാൽ ദൗർഭാഗ്യവാന്മാർ, നിർഭാഗ്യവാന്മാർ. ആട്ടെ, അപ്പോ ഈ 3 വിഭാഗങ്ങളെ പറ്റിയും അല്ലാഹു തആല വിശദീകരിച്ചിട്ടുണ്ട്, അവർക്ക് കിട്ടാൻ പോകുന്ന എന്തൊക്കെയാണ് എന്ന്. 11-ാമത്തെ സൂറത്തുൽ വാഖിയയിലെ 11-ാമത്തെ ആയത്ത് മുതൽ 26 വരെ 1-ാം വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് പിന്നെ അസ്ഹാബുൽ മൈമനയെ കുറിച്ച്. പിന്നെ 27 മുതൽ 40 വരെയുള്ള ആയത്തുകളിൽ 2-ാം തരക്കാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അതായത് അസ്ഹാബുൽ ഷിമാലിനെ കുറിച്ച്. പിന്നെ 3-ാം തരക്കാരെ പറ്റി 41 മുതൽ 56 വരെയും പറഞ്ഞിട്ടുണ്ട്. ആ 3-ാം തരക്കാർ അസ്ഹാബുൽ ഷിമാലാണ്. സൂറത്തുൽ വാഖിയയിൽ 1-ാം തരക്കാരെ കുറിച്ച് പറഞ്ഞത് പിന്നെ എന്താണ് പറയാ 11 മുതൽ 26 വരെയാണ്. അതായത് വസാബിഖൂന സാബിഖൂൻ, അവരെ കുറിച്ചാണ് ആദ്യമായി അതിൽ പറയുന്നത്. അതിനുശേഷം പറയുന്നത് അസ്ഹാബുൽ യമീൻ, 2-ാം തരക്കാരായ അസ്ഹാബുൽ യമീനിനെ പറ്റിയാണ് 27 മുതൽ 40 വരെ. അതിനുശേഷം പറയുന്ന 3-ാം വിഭാഗക്കാർ അസ്ഹാബുൽ ഷിമാൽ 41 മുതൽ 56 വരെ.
ഇൻഷാ അല്ലാഹ് ആ സൂറ നമുക്ക് പഠിക്കുമ്പോൾ വിശദമായി പഠിക്കാം അല്ലേ. ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അസ്ഹാബുൽ യമീനെ കുറിച്ച് വിശദമായ ചർച്ച സൂറത്തുൽ വാഖിഅയിലുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചതാണ്. അപ്പോൾ ഇവർ ഈ വലതുപക്ഷക്കാരായ ആളുകൾ സ്വർഗത്തിൽ ഉല്ലസിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ വെച്ച് അവർ ചിലപ്പോൾ എന്താണെന്നറിയോ, സഖറിലെ ആളുകളെ കുറിച്ച് ചോദിക്കുമെന്നാണ്. അതാണ് ഇനി അടുത്ത ആയത്തിൽ പറയുന്നത്. അസ്ഹാബുൽ യമീനിന്റെ ആളുകൾ സ്വർഗത്തിൽ ഇങ്ങനെ രസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് അവർ ചോദിക്കും, എന്താ ഇപ്പൊ സഖറിൽ പോയ ആളുകളുടെ ഹാല്? അതാണ് അല്ലാഹു തആല ഇനി അടുത്തത് പറയുന്നത്. സഖറിന്റെ അവകാശികളായി തീർന്ന കുറ്റവാളികളെ കുറിച്ച് സ്വർഗവാസികൾ അസ്ഹാബുൽ യമീൻ അന്വേഷണം നടത്തുമ്പോൾ അവരോട് ഇടയ്ക്ക് ചോദിക്കോത്രേ, നിങ്ങൾക്ക് ഇപ്പം എന്താ ഇത്രയും ശിക്ഷയൊക്കെ കിട്ടാൻ കാരണം? അപ്പൊ അതിന് നൽകുന്ന മറുപടിയും അല്ലാഹു തആല അടുത്ത ആയത്തുകളിൽ പറയുന്നുണ്ട്. നരകക്കാരായ ആളുകൾ അതിന് നൽകുന്ന മറുപടിയും പറയുന്നുണ്ട്, ഇവരുടെ ചോദ്യവും പറയുന്നുണ്ട്. സ്വർഗത്തിൽ അങ്ങനെയാണല്ലോ, സ്വർഗത്തിൽ ഇഷ്ടമുള്ളത്, താല്പര്യപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത് ലഭിക്കുമെന്നല്ലേ. അപ്പൊ നരകക്കാരായ ആളുകളോട് സംസാരിക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ അവരെ കാണാനാണെങ്കിൽ, അവരുടെ ശിക്ഷ കാണാനാണെങ്കിൽ അതൊക്കെ അതിന് അവസരങ്ങൾ ഉണ്ടാവുമെന്നാണ്. ആഗ്രഹിക്കുന്നത് ലഭിക്കുന്ന സ്ഥലമാണ് സ്വർഗം. ആ വിഷയമാണ് ഇനി അല്ലാഹു തആല അടുത്ത ആയത്തുകൾ മുതൽ പറയുന്നത്. 40-ാമത്തെ ആയത്ത് മുതൽ പറയുന്നതാണ് ഫീ ജന്നാതി യതസാഅലൂൻ ഇല്ലാ അസ്ഹാബുൽ യമീൻ. 39-ാമത്തെ ആയത്ത് യമീനിന്റെ ആളുകൾ, വലതുപക്ഷക്കാരൊഴികെ അവർ സ്വർഗത്തിലാണ് കേട്ടോ. അതാണ് ഫീ ജന്നാത്തിൻ. 40-ാമത്തെ ആയത്തിൽ ഫീ ജന്നാത്തിൻ, അവർ സ്വർഗത്തിലാണ്, അവർ സ്വർഗങ്ങളിലാണ്. ഫീ ജന്നാത്തിൻ, അസ്ഹാബുൽ യമീൻ സ്വർഗങ്ങളിലായിരിക്കും. യതസാഅലൂൻ, അവർ പരസ്പരം ചോദിക്കും, അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കും. ആരെക്കുറിച്ച്? അനിൽ മുജ്രിമീൻ, കുറ്റവാളികളെ സംബന്ധിച്ച്. 41-ാമത്തെ ആയത്ത് അനിൽ മുജ്രിമീൻ, കുറ്റവാളികളെ സംബന്ധിച്ച് അവർ അങ്ങ് ചോദിച്ചുകൊണ്ടിരിക്കും. എന്താണ് ചോദിച്ചുകൊണ്ടിരിക്കുക? മാ സലക്കക്കും ഫീ സഖർ. 42-ാമത്തെ ആയത്ത് എന്താണ് നിങ്ങളെ നരകത്തിലേക്ക് കടത്തിയത്? ഈ സഖറിൽ നിങ്ങളെ പ്രവേശിപ്പിച്ചത് എന്താണ്? എന്തുകൊണ്ടാണ് നിങ്ങൾ നരകത്തിൽ കടന്നത് എന്ന് സ്വർഗത്തിലുള്ള ആളുകൾ അവരോട് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ അവരിങ്ങനെ സ്വർഗത്തിൽ താമസിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറ്റവാളികളെ കുറിച്ചൊന്ന് അന്വേഷിക്കണമെന്ന് തോന്നും. അപ്പോൾ അവരോട് ചോദിക്കും, എന്തെങ്ങളിങ്ങനെ കടക്കാൻ കാരണം? അപ്പോൾ അതിന് പറയുന്ന മറുപടിയാണ് 40 മുതലുള്ളത്. ആ മറുപടികളൊക്കെ നമ്മൾ വളരെ സാഗൂതം ചെവി തുറന്ന് കേൾക്കേണ്ട മറുപടികളാണ്. നമ്മൾ ആരെങ്കിലും ആ മറുപടികൾപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ ആ കാര്യങ്ങളുമായുള്ള നമ്മുടെ നിലപാട് എന്താണ് എന്നൊക്കെ വിശദമായി പഠിക്കാനും ചിന്തിക്കാനും മനസ്സിലാക്കാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. 3 ആയത്തുകൾ 43, 44, 45, 46 ഈ 4 ആയത്തുകൾ. ഈ 4 ആയത്തുകളാണ് നരകവാസികളായ ആളുകൾ മറുപടി പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അത് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. നമ്മളൊക്കെ ചെയ്യുന്ന എന്നാൽ കൃത്യമായി ചെയ്യാത്ത, നമ്മളെ സൗകര്യങ്ങളനുസരിച്ച് മാറ്റിവെക്കുന്ന ചില വിഷയങ്ങൾ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അതാണ് അല്ലാഹു തആല ആ ഒരു ചോദ്യവും ആ ഒരു ഉത്തരവും ഇങ്ങനെ ഇത്ര വിശദമായ നമ്മളെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. സ്വർഗ്ഗക്കാർ അവരോട് ചോദിക്കുന്നതും അവർ മറുപടി പറയുന്നതും വ്യക്തമായി പറയുകയാണ് അല്ലാഹു തആല. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ, ആമീൻ. നരകത്തിൽ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. പ്രധാനമായും അവർ മറുപടി പറഞ്ഞ വിഷയങ്ങൾ: 1, ഞങ്ങൾ നിസ്കരിക്കാറില്ലായിരുന്നു; 2, ഞങ്ങൾ മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കാറില്ലായിരുന്നു; 3, ഞങ്ങൾ വെറുതെ തോന്നിവാസം കാണിക്കുന്ന ആളുകളെ കൂടെ അല്ലെങ്കിൽ സമയം കഴിക്കുന്ന ആളുകളൂടെ കഴിയുമായിരുന്നു; 4, ഞങ്ങൾ അന്ത്യനാൾ കൊണ്ട് നിഷേധിക്കുന്ന ആളുകളായിരുന്നു. ഈ 4 കാര്യങ്ങൾ ഇത് വിശദമായി മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ആയത്തും ഇതിൻ്റെ അർത്ഥവും ആശയവും അടുത്ത ക്ലാസ്സിൽ പറയാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.